സഹായിച്ചിടത്തോളം മതി. നീ ചേട്ടൻ ഭാര്യനെ സഹായിച്ച്, ഭാര്യ ചേട്ടനെ സഹായിച്ച്, അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കോളൂ. അതിൽ അതിജീവിതം അന്ന് ആ വണ്ടിയിൽ അനുഭവിച്ച കാര്യങ്ങൾ ഒരു പെണ്ണെന്ന നിലയിൽ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പീരീഡ്സ് ടൈമായിരുന്നു ആ പെൺകുട്ടിക്ക് അന്നേരം. ഫോണിലുള്ള ബന്ധം എപ്പോഴും ഉണ്ട്. നിങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായേനെ മഞ്ജു ചേച്ചിയുടെ സംസാരത്തിലോ ഒന്നും. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പാടില്ല, എൻ്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരാൾ തന്നെയാണ് മഞ്ജു ചേച്ചി. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ വീഡിയോൻ്റെ താഴെ 2-3-4 കമൻറ്റ് ഞാൻ കണ്ടു. 1700 പേജുള്ള അത് വായിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംസാരിക്കാവോ എന്നുള്ളത്. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ആത്മഗതം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ വലിയൊരു മടിച്ചിയാണ്. 1700 പേജ് ഇരുന്ന് വായിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഗൈസ്, ദറ്റ്സ് നോട്ട് എ സിമ്പിൾ ടാസ്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കറൻ്റ്ലി ഞാനത് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ബട്ട് ഐ ഹാവ് ദ PDF. ഞാൻ അതിൽ കുറേ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് എല്ലാം കൂടെ ക്രോഡീകരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പീസ് കിട്ടുന്ന സമയം ഡെഫിനറ്റ്ലി ഞാനത് സംസാരിക്കുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഈസ് ഗോയിങ് ടു ബി ആൻ എൻ്റർടൈനിങ് വീഡിയോ. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, കാവ്യ എന്ന് പറയുന്ന ഒരു ലേബൽ ഇട്ടിട്ട് എന്ത് എൻ്റർടൈനിങ് വീഡിയോ ആണ്. കാരണം കുറച്ച് വർഷങ്ങൾ മുമ്പുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അതിൽ ഒരു ഇൻ്റർവ്യൂ കാവ്യയുടെ മാരേജിന് മുമ്പുള്ളൊരു ഇൻ്റർവ്യൂ, ഒരു ഇൻ്റർവ്യൂ കാവ്യ ഡിവോഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഇൻ്റർവ്യൂ. 2 ഇൻ്റർവ്യൂവിലും കാവ്യ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടു എൻ്റെ അപ്പാ ചിരിച്ച് ഞാൻ ചത്തിട്ടുണ്ട്. സോ കാരണം അന്നത്തെ ആ ഒരു ശാലീന കുലീന നമ്മൾ പറയില്ലേ, എന്താണ്, മുറ്റത്തെത്തും തെന്നലേ, ഒരു മുറ്റത്തിൻ്റെ വിളക്കിൻ്റെ വൈബ് ഉണ്ടായിരുന്ന ഒരു കാവ്യ മാധവനെ കണ്ടപ്പോൾ ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ്. ആൻഡ് മഞ്ജു വാര്യറും ദിലീപിൻ്റെ ബന്ധവുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ കൊടുക്കുന്ന കുറേ മറുപടി കേട്ടപ്പോഴും ലിറ്ററലി ഷോക്ക്ഡാണ്. സോ അങ്ങനത്തെ ഒരു തമാശ തരുന്ന വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഇതൊരു സർക്കാസ്റ്റിക് ലൈനിൽ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ ഈ വീഡിയോ ഫുള്ള് കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഇങ്ങനത്തെ കുറേ എക്സ്പ്രഷൻസും ഭാവങ്ങളൊക്കെയാണ് പോകാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ അതൊക്കെ പറയാം. അതിന് മുമ്പ് ഈ കാവ്യ ദിലീപ് ഗോസിപ്പ് എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, കുറച്ച് കാലമായിട്ടേ ഉള്ളതാണ്. അപ്പം അതിന് തന്നെ കാവ്യയാണെങ്കിലും ദിലീപാണെങ്കിലും ഒരുപാട് എക്സ്ക്യൂസ് എന്ന നിലയിൽ പറഞ്ഞത്, ഞങ്ങൾ കുറേ കാലമായി ഒരുമിച്ച് ഉള്ള ആക്ടേഴ്സ് എന്ന് വെച്ചാൽ കുറേ ഫിലിമിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കോംബോ ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഞങ്ങളെ കല്യാണം കഴിപ്പിക്കുന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, എത്ര ആക്ടർമാരുണ്ട്, എത്ര ആക്ട്രസ്മാരുണ്ട്, ഇവരുടെ പേരിലൊന്നും ഇമ്മാതിരി ഗോസിപ്പ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പണ്ട് തൊട്ടിട്ട് ഇന്ന് വരെ ഉള്ളത് കാവ്യേൻ്റെയും ദിലീപിൻ്റെയും പേരിലാണ്. ആൻഡ് അവസാനം ദിലീപും മഞ്ജു വാര്യറും ഡിവോഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷം ദിലീപ് നേരെ പോയി കെട്ടിയതും കാവ്യേനെയാണ്. കുറച്ച് ഉളുപ്പുണ്ട് കാവ്യേനെ കെട്ടില്ല. കാരണം എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഈ ഒരു പേരും അത് അമേരിക്കൻ വിഷയം, അല്ലാണ്ടുള്ള വിഷയങ്ങൾ, അല്ലാണ്ട് ചാറ്റ് പിടിക്കൽ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടന്ന സമയം ഏതൊരു മനുഷ്യനാണും കരുതുക ഞാൻ കാവ്യനെ കെട്ടണ്ട, കാരണം കാവ്യനെ കെട്ടിയ ജനങ്ങളല്ലേ, നാട്ടുകാർ പറഞ്ഞത് മുഴുവൻ ശരി എന്നാവും എന്നല്ലേ കരുതുക. പക്ഷെ ഇത് നേരെ പോയി കാവ്യനും കെട്ടി. എന്നിട്ട് അതിനെങ്ങനെ വൈറ്റ് വാഷും പൊട്ടിയും വെച്ചടിക്കുന്ന കുറേ ഇൻ്റർവ്യൂകൾ എൻ്റെ മുമ്പിൽ കാണാൻ വന്നു. കാരണം പണ്ടത്തെ കുറേ സാധനങ്ങൾ, ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇട്ട ഓഡിയോ ക്ലിപ്പ് കുറേ പണ്ടുള്ള സാധനമാണ്. അത് പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷനിൽ വന്നത്. അപ്പോൾ അതുപോലെ പണ്ടത്തെ ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ എല്ലാവരും ഒരു പോപ്കോണും വെള്ളമൊക്കെ എടുത്ത് വന്നോ, എൻജോയ് ചെയ്ത് കാണാം. സോ അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. നമ്മൾ പോകുന്നില്ല, സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ കാവ്യ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും ടെലിവിഷൻ ചാനലുകൾക്കെല്ലാം കാവ്യ ആവശ്യമുള്ളതുകൊണ്ടും കാവ്യ പറയുന്നത് കേൾക്കാനും കൊടുക്കാനും ഒക്കെ ആളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നതിന് ആളില്ല എന്നൊരു മറുഭാഗം ഇതിനുണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വാസ്തവമുണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ, പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ ഏതെങ്കിലും രംഗത്ത് ഫേമസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അപ്പുറത്ത് നിൽക്കുന്നത് ചിലപ്പോൾ വളരെ സാധാരണമായിട്ടുള്ള ഒരാളാണെങ്കിൽ അവർ പറയണത് കേൾക്കാനും ജനങ്ങളും തയ്യാറാണ്, മീഡിയയും തയ്യാറാണ്.
അത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ലാതെ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയണത് മാത്രമേ ആൾക്കാർ കേൾക്കുള്ളൂ. ആൾക്കാർ എല്ലാവർക്കും നല്ല ബുദ്ധിയുള്ള ആൾക്കാർ തന്നെയല്ല, എല്ലാവർക്കും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു ബോധം എല്ലാവർക്കും. അത് ഒരു പോയിന്റാണ്. ജനങ്ങൾ എല്ലാവരും ബുദ്ധിയുള്ളവരാണ്. ശരി എന്താ തെറ്റെന്താന്ന് അറിയുന്ന ജനങ്ങൾ തന്നെയാണ് ഇന്ന് ഈ ലോകത്തുള്ളത്. അന്ന് കാവ്യ വന്ന് സംസാരിച്ച സമയത്ത് പല ആൾക്കാർക്കും ഈ ഒരു അഭിനയവും ഈ വർത്താനവും കേട്ട സമയത്ത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്നും തോന്നിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇന്ന് ഇത് കേൾക്കുമ്പം പലർക്കും തോന്നുന്നുണ്ട്. കാരണം കാവ്യയുടെ എക്സ് ഹസ്ബൻഡുമായിട്ട് റിലേഷൻഷിപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് റീസൺസ് പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ കാവ്യ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് സഹിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും അടുത്ത് അല്ലാണ്ട് വേറെ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഭയങ്കര സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഇത്രത്തോളം അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നൊക്കെ കാവ്യ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ കാവ്യയുടെ ഡിവോഴ്സ് വന്ന സമയത്ത് ഒരു ആക്ട്രസ് ആയ കാവ്യയുടെ വാക്ക് മാത്രമാണോ കേട്ടെ എന്ന് ചോദിച്ചാൽ അന്ന് കാലത്ത് അത് തന്നെയായിരുന്നു. കാരണം ഞാൻ തൊട്ട് മുമ്പ് ലീക്ക് ചെയ്തിട്ടുള്ള ഓഡിയോയിൽ ആ അമ്മ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ മോൻ നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്കിനെ കുറിച്ചിട്ടും എൻ്റെ മോൻ്റെ നേരെ ഉണ്ടായിട്ടുള്ള മെസ്സേജുകളെ കുറിച്ചും കോളുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഡ്രഗ് അഡിക്റ്റ് ആണെന്ന പേര് വരെ ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ പേരിൽ വെച്ചു. ഞാനത് ആലോചിക്കുന്നത് 2 വർഷം മാത്രം നീണ്ടു നിന്ന ഒരു ബന്ധമാണ്. ഇപ്പം ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ ഭാര്യയായിട്ട് എത്രയോ കൊല്ലങ്ങളായി ഇവർ ജീവിക്കുന്നത്. ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഇത്രയും കാലം സർവേ ചെയ്ത് നിൽക്കാൻ പറ്റില്ല, അത് ഈ ഒരു തലമുറയിൽ. അപ്പം കാവ്യൻ്റെ സൈഡ് മാത്രമാണോ കേട്ടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അന്ന് അങ്ങനെ ആയിരിക്കാം. കാരണം അന്ന് കാവ്യ അഭിനയിച്ചിട്ടുള്ള സിനിമയിലൊക്കെ എന്ന് വെച്ചാൽ നല്ല അച്ചടക്കമുള്ള ഒതുക്കമുള്ള ശാലീന കുലീനയായ ഒരു പെൺകുട്ടി. അതുകൊണ്ട് തന്നെ കാവ്യയുടെ വാക്കുകൾ മാത്രമായിരിക്കുക ചിലപ്പോൾ അന്ന് ചെവി കൊണ്ടിട്ടുണ്ടാവുക. പക്ഷെ എന്നാൽ ഇന്ന് പലർക്കും മനസ്സിലായി കാവ്യയുടെ എക്സ് ഹസ്ബൻഡും ആളുടെ അമ്മയും അല്ലെങ്കിൽ പുറമേ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഗോസിപ്പുകളെല്ലാം ശരിയാണ് എന്ന്. നടി കാവ്യ മാധവനും നിഷാൽ ചന്ദ്രയുമായുള്ള വിവാഹമോചന കേസിൽ കോടതി ഈ മാസം 28-ന് വിധി പറയും. എറണാകുളം കുടുംബ കോടതിയിൽ കേസിന്റെ നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയായി. കോടതിയിൽ ഹാജരായ കാവ്യ മാധവനും നിഷാൽ ചന്ദ്രയ്ക്കും അവസാനവട്ട കൌൺസിലിംഗ് നൽകി. ഒത്തുപോവാനാവില്ലെന്ന നിലപാടിൽ ഇരുവരും ഉറച്ചുനിന്നു. തുടർന്ന് രണ്ടുപേരും വിവാഹമോചന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇനിയെങ്കിലും ഇതുപോലെ ഒരു പയ്യനോ അവന്റെ വീട്ടുകാർക്കോ ഇതുപോലെ അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ. ഒന്നും പറയാനില്ലെന്നായിരുന്നു കാവ്യ മാധവന്റെ പ്രതികരണം. കഴിഞ്ഞ 1.5 വർഷത്തോളമായി വിവാഹമോചന കേസ് നടന്നുവരികയായിരുന്നു. ഇതിനിടെ നിഷാലിനും കുടുംബത്തിനുമെതിരെ കാവ്യ നൽകിയ സ്ത്രീപീഡന കേസിലും തീർപ്പായി. കേസ് കാവ്യ പിൻവലിച്ചു. ഇരു കുടുംബങ്ങളും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേസ് പിൻവലിച്ചത്. 2009 ഫെബ്രുവരി 5-നായിരുന്നു കാവ്യ മാധവനും നിഷാൽ ചന്ദ്രയുമായുള്ള വിവാഹം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഞാൻ ഈ ന്യൂസ് വെച്ചത് എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പ് നിഷാല് പറഞ്ഞ ഒരു അഭിപ്രായം എന്താന്നുള്ളത്. കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിഷാല് വന്ന് സംസാരിക്കണമായിരുന്നു, അല്ലെങ്കിൽ നിഷാലിൻ്റെ അമ്മ വന്ന് ഇപ്പം കറൻലി സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സംസാരിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. കാരണം അവർ നല്ലൊരു ജീവിതമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവരെന്തായാലും ഇപ്പം കറൻലി ഇതിനെപ്പറ്റി പറയില്ല. പക്ഷേ നിഷാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മേ ബി കുറേ കാര്യങ്ങൾ അറിയായിരിക്കും. കാരണം എന്തുകൊണ്ടാണ് അവർ ബന്ധം നിർത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മെയിൻ റീസൺ അത് തന്നെയാണ്. നിഷാൽ പറഞ്ഞൊരു സാധനമുണ്ട്, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇനി ഒരാൾക്കും എൻ്റെ ഒരു ഗതികേട് വരരുത്. അമേരിക്കയിൽ വളർന്ന് പഠിച്ചിട്ടുള്ള ഒരുത്തൻ നാട്ടിൽ വന്ന് അച്ഛനും അമ്മയും കണ്ടുപിടിച്ച ഒരു പെൺകുട്ടീനെ വിവാഹം കഴിച്ച് 2 വർഷം ആയപ്പോഴേക്ക് അത് ഡിവോഴ്സ് ആയിപ്പോയി. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി തൊട്ട് മുമ്പുള്ള ഓഡിയോയിൽ പറയുന്നുണ്ട് കാവ്യയ്ക്ക് ദിലീപുമായിട്ടുള്ള ബന്ധം ഈ റീസണും ഉണ്ട്. അത് നിഷാൽ ഡയറക്റ്റ് വന്ന് പറയാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നിഷാൽ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പല കാര്യങ്ങൾക്കുള്ള ഒരു മറുപടി ഇതിൽ കിട്ടും. അല്ലാണ്ട് ഒരു 2 വർഷം ആകുമ്പോഴേക്ക് എങ്ങനെയാണ് ഒരു ബന്ധം ഇങ്ങനെ തകർന്ന് പാളീസാവുക എന്നുള്ള കാര്യം എനിക്കറിയില്ല. സഹനശക്തിയുടെയും കുലീനതയുടെയും ഏറ്റവും വലിയ പര്യായമായിട്ടുള്ള കണ്ടിട്ടുള്ള കാവ്യ മാധവൻ എങ്ങനെ 2 വർഷം കൊണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരു പൊട്ടിത്തെറി ഒന്ന് വന്ന് രണ്ടാമത്തേന് ദേഷ്യം പിടിക്കുന്ന, ആര് പറഞ്ഞാലും കേൾക്കാത്ത അനുസരിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഓക്കെ ഫൈൻ. പക്ഷെ ഇത് അതിൻ്റെ പകുതി ആയപ്പോൾ തന്നെ ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നു. അപ്പം ഈ ബന്ധത്തിൽ പോയാൽ, അതും കാവ്യമാധവൻ്റെ വിവാഹത്തിന് ദിലീപ് വന്നിട്ടില്ല, ഈ ബന്ധത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിലങ്ങ് പോവാമെന്ന് കരുതി. അപ്പം അതിൻ്റെ ഒരു സൈഡായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അതും പോവാമെന്ന് കരുതി. പക്ഷേ അത് നടന്നില്ല. ചേട്ടന് ബുദ്ധി ഉണ്ടായതുകൊണ്ട് തന്നെ അത് പിടിച്ചു. അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളായി, വർത്തമാനങ്ങളായി, ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി വന്നു. പിന്നെ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു. എന്തായാലും അതൊക്കെ കിടക്കട്ടെ, നമുക്ക് ഇൻ്റർവ്യൂയുടെ ബാക്കി ഭാഗങ്ങളിലോട്ട് പോവാം. എല്ലാവരും സംസാരിച്ച ഒരു കാര്യമുണ്ട്, അതായത് ദിലീപിന് ഇതിലൊരു പങ്കുണ്ട് എന്ന്, ദിലീപും കാവ്യയും തമ്മിലുള്ള സവിശേഷമായ ബന്ധത്തിനൊരു പങ്കുണ്ട് എന്ന്. അതിന്റെ വാസ്തവം എന്താണ്?
അതിന്റെ വാസ്തവത എനിക്ക് വളരെ കാരണം ദിലീപേട്ടൻ അതിൽ ഉൾപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം അതിനുള്ള പല കാരണങ്ങളും പലരും പറയുന്നുണ്ട്. പല സൈഡിൽ നിന്നും ഒരുപാട് കാരണങ്ങൾ തെളിവ് സഹിതമുണ്ട് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. എനിക്ക് വിഷമേ തോന്നിയിട്ടുള്ളൂ. കാരണം ദിലീപേട്ടനെ പോലെ ഒരാളങ്ങനെ അതിലേക്ക്, ചിലപ്പോൾ ദിലീപേട്ടനെക്കാളും എനിക്ക് അതിൽ പറയണത് മഞ്ജു ചേച്ചിനെയായിരിക്കും. എൻ്റെ വിഷമങ്ങളും ഞാൻ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് മഞ്ജു ചേച്ചിയോട് തന്നെയാണ്, സിനിമയിലുള്ള ഒരാള് എന്നുള്ള രീതി. അപ്പൊ അങ്ങനെ ഒരാളെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ പറയുമ്പോൾ, കാരണം ദിലീപേട്ടനും അറിയാം നന്നായിട്ട് എന്റെ സ്വപ്നം എന്താന്നുള്ളത് ഇവർക്കൊക്കെ അറിയണം. ഈ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആളെ ഇനിയും പല വിഷയങ്ങൾക്കും ഇന്റർവ്യൂവിൽ കൊണ്ടുവരണം എന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം കാവ്യേനെ കുത്താൻ പറ്റുന്ന രീതിയിൽ കുത്തി 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 എങ്ങനെയൊക്കെ ചോദ്യത്തിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിലും അത് ട്വിസ്റ്റ് ചെയ്ത് ടേൺ ചെയ്ത് പല ചോദ്യങ്ങളും ചോദിച്ച് സത്യങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഓൾറെഡി കള്ളം ചെയ്യുന്നവർ പിടിച്ചു നിൽക്കുമല്ലോ, അതുപോലെ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. വളരെ ക്ലിയറായി വളരെ നീറ്റായി മുഖത്ത് നോക്കി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. ദിലീപിന് ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഏതെങ്കിലും ഒരാൾ ചോദിക്കുമോ? ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് സ്റ്റേജിൽ വന്നിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ അടുത്ത് മുഖത്ത് നോക്കി ചോദിക്കുകയാണ് ദിലീപിന് ഇതിനുണ്ടോ? അങ്ങനെ ചോദിക്കണമെങ്കിൽ അത്രത്തോളം മീഡിയയിലും നാട്ടിലും ഫുഡിലും ഇതൊരു ഡിസ്കഷൻ ആയതുകൊണ്ടല്ലേ. പക്ഷെ കാവ്യ ആസ് യൂഷ്വൽ കാവ്യക്ക് സമ്മതിക്കാൻ പറ്റുമോ? കാവ്യനെ കുറ്റം വേണ്ട കാര്യമില്ല, കാവ്യക്ക് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി ആ ടൈമിൽ ദിലീപ് വിവാഹം കഴിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാവ്യ പറഞ്ഞു, ദിലീപേട്ടൻ അങ്ങനെ പറയാൻ പാടില്ല, ദിലീപേട്ടൻ അങ്ങനെ പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നത്. അത് അങ്ങനെയാണല്ലോ. ദിലീപാണ് ഇപ്പോൾ മാഡത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, കാവ്യ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തല്ലേ പറ്റൂ. കാരണം ഇവരുടെ ഒരു പ്ലാനിങ്ങിലാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഞാനും കല്യാണം കഴിച്ചു, നീയും കല്യാണം കഴിച്ചു, പോവാം. പക്ഷെ പിന്നെ അത് പറ്റാണ്ടായി. പിന്നെ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് കം ഔട്ട് ചെയ്തു. ഇനി കുഴപ്പമില്ല, ഇനി മഞ്ജുവാര്യൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുത്തോട്ട് വരാം. ഇതിങ്ങനെ ഒരു പ്രോസസ്സല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ദിലീപേട്ടനെ കുറ്റം പറയുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇതിൽ മഞ്ജു വാര്യരെ മഞ്ജു ചേച്ചി എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ദിലീപേട്ടനേക്കാൾ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത് മഞ്ജു ചേച്ചിനോടാണ്. എന്നിട്ടാണ് മഞ്ജു ചേച്ചീൻ്റെ ഭർത്താവിനെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയത്. കുറച്ച് കണ്ണിൽ ചോര ഉണ്ടെങ്കിൽ ഒരിക്കലും മഞ്ജുവിൻ്റെ ഭർത്താവിനെ കല്യാണം കഴിക്കില്ലായിരുന്നു. കാരണം ഇത്രത്തോളം ഗോസിപ്പും ഇത്രത്തോളം സ്റ്റോറി ഉണ്ടായിരുന്ന ഒരു സമയത്ത് അത്രയും സ്നേഹിക്കുന്ന അത്രയും ആരാധിക്കുന്ന മഞ്ജു ചേച്ചിയുടെ ഭർത്താവിനെയും കൊണ്ട് പോകേണ്ട വഴിക്ക് അങ്ങ് പോയി. എന്നിട്ടാണ് മഞ്ജു ചേച്ചി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യണ ഒരാളാണ്. ഏത് സാഹചര്യമായാലും ഞാൻ ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ചിലപ്പോൾ എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്തൊക്കെ ഞാൻ ചിലപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ വന്നാൽ ഞാൻ ചിലപ്പോൾ ദേഷ്യം കാണിക്കുമായിരിക്കും. പക്ഷെ ഞാൻ വേറൊരു സ്ഥലത്ത് ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്കൊരു സ്ഥലത്ത് പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറ്റാത്തൊരു സ്ഥലമായിരിക്കും എന്നുള്ളത് എന്നെ വളരെ നന്നായിട്ട് അറിയണ ആൾക്കാർക്കൊക്കെ അറിയാം. ദിലീപ് വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരുന്നു, ചാറ്റിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ വീട്ടുകാർക്കോ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു? എൻ്റെ വീട്ടുകാർക്കാണോ? ഒരിക്കലും ഇല്ല. കാരണം അവർക്കൊക്കെ അറിയുന്നതല്ലേ ദിലീപേട്ടനും ഞാനും. കേട്ടോ, ഈ ആങ്കറിന്റെ ചോദ്യം കണ്ടോ? ആങ്കർ വിട്ടിട്ടില്ല. കാവ്യ നൈസായിട്ട് എന്ന് പറഞ്ഞ് വിട്ടെങ്കിലും ആങ്കർ വിട്ടിട്ടില്ല. ആങ്കർ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്. ദിലീപായിട്ട് ചാറ്റിംഗ് ഉണ്ടായിരുന്നു, ദിലീപായിട്ട് കോളിംഗ് ഉണ്ടായിരുന്നു, ഇതൊക്കെ വീട്ടിൽ പ്രശ്നമായിരുന്നില്ലേ? കാരണം എത്രയൊക്കെ ആണെങ്കിലും ഈ ബന്ധം തകരാനുള്ളതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. അത് മഞ്ജു വാര്യരുടെ ജീവിതവും തകർത്തു, കാവ്യയുടെ ഹസ്ബൻഡിൻ്റെ ജീവിതവും തകർത്തു. അത് ഓട്ടോമാറ്റിക്കലി അറിയുന്ന നല്ലൊരു വീട്ടുകാരാണെങ്കിൽ അവർ താക്കീത് ചെയ്യും, അവർ വാണിംഗ് ചെയ്യും, അവർ ഈ പരിപാടി അങ്ങ് നിർത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് ഓപ്പണായി ചോദിച്ചത്. കാരണം സിനിമാ ഫീൽഡിൽ ഇതൊരു ഡിസ്കഷൻ ആയത് എത്ര കൊല്ലമാണെന്നുള്ളത് അറിയില്ല, എത്ര ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് എന്നറിയില്ല, എന്തൊക്കെ കാര്യങ്ങൾ പുറത്ത് ലീക്കായിട്ടുണ്ട് എന്നറിയില്ല. ഈവൻ ഈ വിഷയത്തിൻ്റെ ഒക്കെ തുടക്കം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ ട്രിപ്പ് പോയ സമയത്ത് ദിലീപും കാവ്യയും ഒരു ഹോട്ടൽ റൂമിൻ്റെ ഉള്ളിൽ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയത് കണ്ടത് നമ്മുടെ അതിജീവിതയായിരുന്നു. അതൊക്കെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ അതിജീവിത ഈ ഒരു കാര്യം മഞ്ജു വാര്യരോട് പറയുന്നു. അത് പിന്നെ ഒരു വിഷയമാവുന്നു, വർത്താനാവുന്നു. പക്ഷെ മഞ്ജു അതിന് മുമ്പേ ചാറ്റൊക്കെ കണ്ടിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതൊക്കെയാണ് ഇപ്പോൾ കൂട്ടിക്കൊഴിഞ്ഞ് പ്രശ്നമായിട്ടുള്ളത്. ഇപ്പോൾ വെറുതെ ഒരാളുടെ കൂടെ ടോയ്ലറ്റ് കയറേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ റൂം ഒക്കെ ഫൈൻ, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സ് ജസ്റ്റ് പോയി നിന്നു എന്ന് പറയാം. പക്ഷേ കക്കൂസിൻ്റെ ഉള്ളിലൊക്കെ കയറുന്നത് എന്ത് ഷെയറിങ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. ചേച്ചിയും ഞങ്ങളൊരു വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ ഭാവന, സലീമേട്ടൻ, ആദർശിക്ക, അങ്ങനെ ഞങ്ങൾ വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ മാത്രമല്ല അങ്ങനെ ഒരു വേറൊരു സ്ഥലത്ത് പോയിട്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മള് ഇപ്പൊ ഇങ്ങനെ തെളിവൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ചെയ്യുമോ? നമ്മൾ അങ്ങനെ ചാറ്റിങ്ങും അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ, അത്രയ്ക്കും മണ്ടത്തരൊന്നും കാണിക്കില്ലല്ലോ. പല പേരുകളും വന്നു കേട്ടോ. പേരുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ പറയുന്നില്ല, അതവിടെ കിടക്കട്ടെ.
ചാറ്റുകൾ. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വളരെ ക്ലിയർ ആയിട്ട് മഞ്ജു വാര്യർ പറയുന്നുണ്ട് കാവ്യയും ദിലീപുമായിട്ടുള്ള ചാറ്റ് ഞാൻ പിടിച്ചു എന്ന്. അതെന്ത് ചാറ്റാണ് എൻ്റെ മോളെ? അതെന്ത് ചാറ്റാണ് എൻ്റെ കുട്ടി? നിങ്ങൾ അത്രയും കാലം സൗഹൃദമാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു സൗഹൃദപരമായിട്ടുള്ള ചാറ്റായിരുന്നെങ്കിൽ അതിന് മഞ്ജു വാര്യർ എന്തിനാ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം? ഭയങ്കര ഒരു ഡീസൻസി കളിക്കുന്നത് കൊണ്ട് ഞാൻ പേഴ്സണലി ചോദിക്കുകയാണ്. എടോ, ഒരാളുള്ള സമയത്ത് ഇറ്റ്സ് കോമൺ, അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിലാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ആ ആളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോകും. അല്ലാണ്ട് അയാൾ നിൽക്കെ തന്നെ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് അത് എന്ത് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡാന്നുള്ളത് സീരിയസ്ലി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ആൻഡ് അത് പിടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തൊരു ധൈര്യത്തോടു കൂടിയാണ് മുമ്പിൽ വന്ന് നിന്ന് പറയുന്നതെന്നാണ്. ഞാൻ ചാറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ആക്കിയിട്ടില്ല, എൻ്റെ സഹോദരനാണ്, എൻ്റെ അതാണ് ഇതാണ്. എനിക്കിപ്പോൾ സീരിയസ്ലി ലിറ്ററലി ഇത് കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ചിരിച്ചോണ്ടാണ് ഞാൻ കാണുന്നത്. ഈ പറഞ്ഞതൊക്കെ സീറോ ആയി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോടുകൂടി കഴിഞ്ഞ്. ആൻഡ് ദിലീപ് ഓൾറെഡി പറയുന്നുണ്ട്, ഞാനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഗോസിപ്പ് കേട്ട ആളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. അതങ്ങ് പറഞ്ഞാൽ അങ്ങ് തീർന്നല്ലോ. എന്ത് തീർന്ന്? നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാവും. ഒരുപക്ഷെ ഈ വിവാഹബന്ധത്തിന് ശേഷം ആദ്യം അഭിനയിച്ച സിനിമയും ദിലീപിന്റെ കൂടെയായിരുന്നു പാപ്പിയപ്പച്ച, റിലീസായ ആദ്യ സിനിമ. അപ്പൊ ഇങ്ങനെയൊക്കെ ആക്ഷേപങ്ങളുള്ള പശ്ചാത്തലത്തിൽ അതിനാക്കം കൂട്ടുന്നതാണ് ഇത് എന്ന് തോന്നിയോ? പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ദിലീപേട്ടന്റെ ധൈര്യത്തെയാണ് നമ്മൾ അവിടെ പറയേണ്ടത്. കാരണം ഇങ്ങനൊരു സംസാരമുള്ള സമയത്ത് ഒരു അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും അയ്യോ എൻ്റെ കുടുംബം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ആളാണെങ്കിൽ ഒരിക്കലും അതിന് മുതിരില്ലല്ലോ. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിനാണ് കുടുംബത്തിനേക്കാളും പ്രയോറിറ്റി കൊടുക്കുന്നേ എന്നാണ് കാവ്യ മാധവൻ ഇവിടെ പറയേണ്ടത്. കാരണം കുടുംബത്തിൽ ഇത് പ്രശ്നമാവുമെന്നും നാട്ടുകാരുടെ ഇടയിൽ ഇതൊരു ഡയലോഗ് ഉണ്ടെന്നും ചിലപ്പോൾ എന്തായാലും ഇതിൻ്റെ പേരിൽ മഞ്ജു വാര്യരുടെ ഡയലോഗ് ഇളക്കാണ്ട് നിൽക്കില്ല. കാരണം മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ വർത്താനം പറയുമ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിൽ വർത്താനം ഉണ്ടാവില്ല. അത് കേട്ടിട്ടും പാപ്പിയപ്പച്ചയിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. ഞാൻ കണ്ടിട്ടുള്ളൊരു മെയിൻ സാധനം എന്താ അറിയോ? മഞ്ജു വാര്യറെ കല്യാണം കഴിക്കുന്ന ടൈമിൽ മഞ്ജു വാര്യർ വളരെ പീക്കിൽ നിൽക്കുന്ന ഒരാളും ദിലീപ് ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറുമാണ്. മഞ്ജു വാര്യരുടെ കല്യാണം കഴിച്ചതോടുകൂടി മഞ്ജു വാര്യരുടെ വീടിൻ്റെ ഉള്ളിൽ കയറി പൂട്ടിയിട്ട് ദിലീപ് അങ്ങ് ഫീൽഡിലോട്ട് ഇറങ്ങി. ദിലീപ് അങ്ങ് വെച്ചടി കയറ്റായിരുന്നു. ബാക്കി എല്ലാവരെയും ഒഴിവാക്കി എന്താ ജനപ്രിയ നായകനോ അല്ലെ സിനിമേൻ്റെ തന്നെ ലൈക്ക് ദി കിങ് എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് മഞ്ജു വാര്യരുടെ ഡിവോഴ്സ് വന്നു. എന്ത് ചെയ്തു? മഞ്ജു വാര്യർ അതോടുകൂടി ഒരു കയറ്റങ്ങ് കയറി. മഞ്ജു വാര്യർ ഇപ്പോഴും സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പവറിൽ നല്ല അടിപൊളിയായിട്ട് പോകുന്നത്. ദിലീപ് അതോടുകൂടി ഒന്ന് താഴ്ന്ന് പിന്നൊരു കേസ് വന്ന് പിന്നെ അങ്ങോട്ട് ജനപ്രിയ നായകൻ ഹിറ്റ് സിനിമ ചെയ്ത ആൾ പിന്നെ ഇങ്ങനെ താഴ്ന്ന് ഇങ്ങനെ പോവാണ്. ഇപ്പം കറണ്ട്ലി 2 സിനിമ, ഒന്ന് രാംലീല, ഒന്ന് ബബ്ബ കണ്ടിട്ടുള്ള പകുതി മുക്കാൽ ആൾക്കാരും പറഞ്ഞ പകുതിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കൊള്ളൂല എന്നുള്ളതാണ്. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ദിലീപ് ഫാൻസും ഉണ്ട്. എനിക്ക് സിനിമ കാണാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല. ഈവൻ കണ്ട വ്യക്തികൾ വളരെ ക്ലിയർ ആയിട്ട് എന്നോട് പറയാം, എടി പകുതി എത്തുമ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്, ഞങ്ങളിത് ഫുള്ള് കണ്ടിട്ടില്ല, ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല, അതിനൊന്നും പറ്റില്ല, എന്തോ ഒരു പടം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് കാണാനുള്ള മൂടും പോകും. ഒരു 20 ആൾ കണ്ടുകൊണ്ടോ പൊളി സാധനം മസ്റ്റ് വാച്ചാണ്, തിയേറ്റർ വാച്ചാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു താല്പര്യം ഉണ്ടാവും. കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ കാണണ്ട, കണ്ട ടൈം പോവുകയാണ്, എന്തിനാ വെറുതെ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് കാണാനും എന്ത് ചെയ്യില്ല, തോന്നില്ല. അപ്പം എന്തായാലും ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്, ഇനി കയറുമായിരിക്കാം. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് സുഹൃത്തിനെയാണ്. അതുകൊണ്ടാണ് കുടുംബം വേണ്ടാന്ന് വെച്ച് സുഹൃത്തിൻ്റെ പിന്നാലെ പോയത്. ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, എനിക്ക് എൻ്റെ സുഹൃത്തിനൊരു ആവശ്യം വന്നാൽ അത് ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ നോക്കാറില്ല. നാദൃഷിക്ക് ഒരു ആവശ്യം വന്നാൽ ഞാൻ എങ്ങനെ പെരുമാറും, അതുപോലെ തന്നെയാണ് കാവ്യയും ഭാവനയൊക്കെ എനിക്കെന്നുള്ളത് ദിലീപേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വേറൊരു പെൺകുട്ടിയുടെ പേര് പരാമർശിച്ചു. അപ്പം ആ പെൺകുട്ടിക്ക് സഹായം വേണോ വേണ്ടയോ, അല്ലെ എന്ത് സഹായമാണ് ചെയ്തത്, ആ സഹായത്തിൻ്റെ ഭാഗമായി ആ പെൺകുട്ടി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇന്ന് ഈ ലോകത്തിനറിയാം. സഹായിച്ചിടത്തോളം മതി. ഇനി ചേട്ടൻ ഭാര്യനെ സഹായിച്ച്, ഭാര്യ ചേട്ടനെ സഹായിച്ച് അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കോളൂ. അതേ പറയാനുള്ളൂ. ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ 1700 പേജുള്ള PDF എനിക്ക് കിട്ടിയപ്പം ഞാൻ വായിച്ചു നോക്കിയത് ഈ അതിജീവിതയുടെ മൊഴിയാണ്.
അതിൽ അതിജീവിത അന്ന് ആ വണ്ടിയിൽ അനുഭവിച്ച കാര്യങ്ങൾ ഒരു പെണ്ണെന്ന നിലയിൽ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പീരീഡ്സ് ടൈമായിരുന്നു ആ പെൺകുട്ടിക്ക് അന്നേരം. ബാക്കി ഞാൻ പറയുന്നില്ല, വിട്ട്. കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിനേക്കാൾ ഉപരി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയൊരു ഫാനാണ്. ആ ബന്ധം ഞങ്ങൾ എപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ മാസം ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്. മഞ്ജു ചേച്ചി 10-ാം തീയതി ബർത്ത്ഡേ, എൻ്റെ 19-നാണ് ബർത്ത്ഡേ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഞങ്ങൾ ഒരിക്കലും മറക്കാറില്ല. അതിനൊക്കെ ഞങ്ങൾ വിളിച്ച് വിഷ് ചെയ്യാറുണ്ട്. കാണുന്നത് വളരെ അപൂർവം. ഇപ്പോൾ എന്താ പറയുക, ചില കല്യാണങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ കാണുന്നുള്ളൂ, അല്ലാതെ കാഴ്ചകൾ വളരെ കുറവാണ്. പക്ഷെ ഫോണിലുള്ള ബന്ധം എപ്പോഴും ഉണ്ട്. നിങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായേനെ മഞ്ജു ചേച്ചിയുടെ സംസാരത്തിലോ ഒന്നും. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പാടില്ല, എൻ്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരാൾ തന്നെയാണ് മഞ്ജു ചേച്ചി. ചിരിക്കണോ കരയണോ ഓടണോ, ആ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ. ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ടുപോയില്ലേ? ഇതാണോ സ്നേഹം? ഇങ്ങനെയാണോ സ്നേഹിക്കുന്നത്? ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ചേച്ചി ഇങ്ങനെയൊക്കെ ഗോസിപ്പുണ്ട്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ചേച്ചി, ഇങ്ങനൊരു സാധനം നമ്മളുടെ ഇടയിലില്ല, ഞങ്ങൾ അന്നും ഇന്നും ഫ്രണ്ട്സാണ്. ആ കല്യാണം കഴിക്കാൻ തോന്നിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളെക്കുറിച്ച് ഏറ്റവും ഗോസിപ്പുള്ള വ്യക്തിനെ നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തർത്ഥമാണ് നിങ്ങൾ കാണുന്നതെന്നാണ്. മഞ്ജു ചേച്ചി എൻ്റെ ചേച്ചിയാണ്. ഞങ്ങൾ ഒരേ മാസം ജനിച്ചു, 10-ാം തീയതി, ഒരാൾ 19-ാം തീയതി. അതുകൊണ്ട് ഞങ്ങൾ വിഷ് ചെയ്യും. അയ്യോ ഞാൻ പ്രൗഡാണ് ചേച്ചീൻ്റെ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കേൾക്കാം ബാക്കി. ഇപ്പോൾ മലയാളത്തിലെ സാധാരണ സിനിമ നടിമാരുടെ ഒക്കെ ജീവിതത്തിൻ്റെ ഒരു തിരക്കഥ എന്ന് പറഞ്ഞാൽ കുറേ കാലം സിനിമയിൽ നിൽക്കും, കുറച്ച് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും, പെട്ടെന്ന് വിവാഹം കഴിച്ച് ഈ രംഗത്ത് നിന്ന് അങ്ങോട്ട് മാറും. വിവാഹം കഴിക്കുന്നതാണെങ്കിൽ മിക്കവാറും ഈ അമേരിക്കയിൽ നിന്നോ വല്ലതും ആയിരിക്കും. അപ്പോൾ ആ സാധാരണ തിരക്കഥയിലേക്ക് തന്നെയാണോ കാവ്യയുടെ ജീവിതത്തിൻ്റെയും പോക്ക്? എനിക്കറിയില്ല, എൻ്റെ കഥയിലും ദൈവം തിരക്കഥ അങ്ങനെ തന്നെയാണോ എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കല്യാണം എന്തായാലും സംഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അഭിനയം അത് ഓരോരുത്തരുടെ താല്പര്യം. എനിക്ക് തോന്നുന്നില്ല പക്ഷെ എനിക്കൊരിക്കലും ഞാൻ സിനിമ പൂർണ്ണമായിട്ട് നിർത്തി, ഇനി നാളെ തൊട്ട് ഞാൻ സിനിമയിലില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് എല്ലാം നേടിത്തന്നത് സിനിമയാണ്. എൻ്റെ 5 വയസ്സ് തൊട്ട് സിനിമയാണ് എൻ്റെ ജീവിതം തന്നെ. സിനിമയില്ലാത്ത അല്ലെങ്കിൽ സിനിമയ്ക്ക് അപ്പുറമുള്ളൊരു ചിന്ത എനിക്കുണ്ടായി. സിനിമയല്ല ഞാൻ പറയുന്നത്, ഒന്ന് പുറത്തിറങ്ങി കാണട്ടെ. സിനിമയിൽ അഭിനയിക്കുന്ന രണ്ടാമത് ഒന്ന് പുറത്തിറങ്ങി കാണട്ടെ. കാരണം ദിലീപിനെ കല്യാണം കഴിച്ചതോടുകൂടി മഞ്ജു വാര്യറിനെ വീടിൻ്റെ ഉള്ളിലിട്ട് പൂട്ടി. പിന്നെ ഒരു പരിപാടിക്കോ ഈവൺ ഒരു എന്താ പറയുക, ഒരു ഷോ ഇല്ലേ, ഒരു ഷോയ്ക്ക് പോലും വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം സെയിം അവസ്ഥ തന്നെയാണ് കാവ്യ. വോട്ട് ചെയ്യാനും ചിലപ്പം ഏതെങ്കിലും മരണ വീട്ടിലും പോയി കാണുക എന്നല്ലാണ്ട് പുറത്ത് ഞാൻ കാണുന്നില്ല. ഏതോ 1-2 ഷോയ്ക്ക് അല്ലാണ്ട് എവിടെ പോയി അഭിനയം, 5-ാം ക്ലാസ് തുടങ്ങിയ അഭിനയം എന്തുകൊണ്ട് ഭർത്താവിനോട് പറയുന്നില്ല, എന്തുകൊണ്ട് പുറത്തോട്ട് വരുന്നില്ല, വിടൂല അല്ലേ? അതാണല്ലേ സ്വഭാവം. കാരണം എനിക്കതാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം മഞ്ജു വാര്യറേയും കാണാനില്ല. മഞ്ജു വാര്യർ ആഫ്റ്റർ മാരേജ് ഷൈൻ ചെയ്യുകയാണ്. കാവ്യമാധവൻ ആഫ്റ്റർ മാരേജ് ഈ പരിസരത്ത് കാണുന്നില്ല. എത്രയൊക്കെ ആണെങ്കിൽ എന്ത് നല്ല ആക്ടറാണ്. അപ്പോൾ സ്വന്തം ആഗ്രഹം, സ്വന്തം ഇഷ്ടം അക്സെപ്റ്റ് ചെയ്യാത്തൊരു ഭർത്താവിൻ്റെ കൂടെയാണോ ഇപ്പോൾ ജീവിക്കുന്നത്? അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ജു ചേച്ചി കല്യാണം കഴിച്ചതോടുകൂടി കുടുംബിനീൻ്റെ പട്ടവേഷം എടുത്തതുപോലെ ഞാനും കുടുംബിനിയുടെ പട്ടവേഷം എടുക്കുകയാണോ? കഴിവുറ്റ മഞ്ജു വാര്യരെ പോലെയുള്ള ഒരു നടി വിവാഹത്തിന് ശേഷം അഭിനയം നിർത്തിയതിനെ കാവ്യ നന്നായി കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് മഞ്ജു ചേച്ചി അന്ന് അഭിനയം നിർത്തിയത് കൊണ്ടാണ് ഇന്നും ഇപ്പോൾ അഭിനയം നിർത്തിയിട്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ മഞ്ജു ചേച്ചിനെ കുറിച്ച് ഓർക്കുന്നതും. മഞ്ജു ചേച്ചീനെ ഏത് ഹീറോയിൻ വന്നാലും അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ മഞ്ജു വാര്യർ എന്നുള്ളൊരു വിഷയം ചോദ്യമായിട്ട് വരുന്നതും. ചിലപ്പോൾ പിന്നീടും മഞ്ജു ചേച്ചി ഒരുപാട് കാലം അഭിനയിച്ചിരുന്നെങ്കിൽ ഈ ഒരു വില ചിലപ്പോൾ അന്ന് ഉണ്ടായി എന്ന് വരില്ല. മഞ്ജു ചേച്ചി ഏറ്റവും പീക്കായിട്ടുള്ളൊരു സമയത്താണ് മഞ്ജു ചേച്ചിനെ നമുക്ക് കണ്ടിട്ട് കൊതി തീരുന്നതിന് മുമ്പാണ് മഞ്ജു ചേച്ചി പോയത്. അതായിരിക്കാം ഇപ്പോഴും സാറ് ഇപ്പം എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം അത് തന്നെയായിരിക്കും. പോയതല്ല, വീട്ടിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടത് എന്ന് പറയണം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇപ്പോൾ മഞ്ജു വാര്യർ ഓക്കെ സിനിമേനെ ഇഷ്ടമല്ലാണ്ട് മാറി എനിക്കറിയില്ല. കാരണം അത്രത്തോളം തിളങ്ങി നിൽക്കുന്ന ഒരു ടൈമാണ്. ആ ടൈമിൽ ഞാൻ സത്യം പറയാം, എനിക്ക് പണ്ടത്തെ സിനിമകളാണ് കുറച്ചും കൂടെ ഇഷ്ടം. ഇപ്പോൾ ഈവൻ തലയണ മന്ത്രം, ഹരിഹർ നഗർ, ഇങ്ങനത്തെ പഴയ സിനിമകളാണ് ഞാൻ കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്നത്. പഴയ സിനിമയുടെ കഥകളാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. അതിലെ കോമഡികളാണ് എനിക്കിഷ്ടം. ഇന്നത്തെ സിനിമകളൊന്നും അങ്ങനെ ഒരു
വളരെ റെയർ ടു റെയറേ ഉള്ളൂ. അതിപ്പോൾ ഈവൻ പാട്ടുകൾ വരെയാണെങ്കിലും പഴയതാണ്. അപ്പം അത്രത്തോളം നല്ല സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള ആക്ട്രസ് പെട്ടെന്നൊരു വിവാഹം കഴിഞ്ഞതോടുകൂടി ഒന്നുമല്ലാണ്ടായി അങ്ങ് പോയി. അപ്പോൾ നമുക്ക് ഓക്കെ, മഞ്ജു വാര്യർ മേ ബി ആഫ്റ്റർ മാരേജ് ഒതുങ്ങി വേണ്ടാന്ന് കരുതി ഫാമിലി ഓറിയൻറ്റേറ്റഡായി ജീവിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ ഓക്കെ ഫൈൻ. ബട്ട് എനിക്ക് മനസ്സിലാവാത്ത 5 വയസ്സ് തൊട്ട് അഭിനയിച്ച് സിനിമയിൽ നിന്ന് മാറി നിൽക്കില്ല എന്ന് പറഞ്ഞാൽ കാവ്യ എന്താ ഇപ്പോൾ കുറേ കൊല്ലമായിട്ടൊന്നും ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പം ഇവിടെ ഒരിക്കലും ആ രീതിയിലല്ല ചോദിച്ചത്, സർക്കാസ്റ്റിക്കലി കുത്തിയതാണ്. പക്ഷെ അത് മനസ്സിലാക്കാത്ത രീതിയിൽ അഭിനയിക്കാനുള്ള ആ കഴിവിന് കൊടുക്കണം ഒരു അവാർഡ്. കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് ആണ് മാറിയത്. എന്നിട്ട് അവരതിൽ പരാജയപ്പെടുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവരതിൽ വിജയിക്കുകയല്ലേ ചെയ്തു. എന്ന രീതിയിൽ അവരെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ അഭിനന്ദിച്ചിട്ടേ മതിയാവും. പുരുഷനെ പോലെ തന്നെ സ്ത്രീക്ക് ഒരു ജീവിതമുണ്ട്. ഒരു കലാജീവിതം എന്ന് പറയുന്നതിന്റെ അന്ത്യം കുറിക്കേണ്ട ഒരു കാര്യമാണ് വിവാഹം. അങ്ങനെയില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടും അഭിനയിക്കുന്നുണ്ട്. ജ്യോതി ചേച്ചിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവർ കൂടുതൽ സിനിമയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട് അങ്ങനെ. തമിഴിലാണെങ്കിലും ഇപ്പോൾ നമിത എന്നൊക്കെ പറഞ്ഞ ആർട്ടിസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. ഞാൻ അറിഞ്ഞിടത്തോളം മഞ്ജു ചേച്ചിക്ക് കൂടുതലും കുടുംബമായിട്ട് ഇടപഴകാനാണ് കൂടുതൽ താല്പര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സംസാരത്തിലൊക്കെ. എൻ്റെ അടുത്ത് ഞാൻ മഞ്ജു ചേച്ചിയായിട്ട് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഇപ്പോഴത്തെ സിനിമ ഏതാ, ഇപ്പം എവിടുന്നാ സംസാരിക്കണേ, ഏത് ലൊക്കേഷനാണെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. അമ്മയ്ക്ക് സുഖമാണോ, അച്ഛന് സുഖമാണോ, വീട്ടിലെങ്ങനെ, താമസം എങ്ങനെ, മറ്റേ സ്ഥലത്ത് പോകാറുണ്ടോ, ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. ഉള്ളിലെവിടെയെങ്കിലും അവർക്കൊരു വിഷമം സിനിമ വിട്ടതുകൊണ്ടുണ്ടെങ്കിൽ അവരുടെ സംസാരത്തിലും ആറ്റിറ്റ്യൂഡിലൊക്കെ നമുക്കത് കാണാം. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം. അതാണ് മഞ്ജു ചേച്ചീൻ്റെ ക്വാളിറ്റി. ഒരു പുരുഷനെ സ്നേഹിച്ചു, വിവാഹം കഴിച്ചു, നല്ല രീതിയിൽ ജീവിക്കുന്നു അങ്ങോട്ട്. അഭിനയമാണോ ഇനി വിടായിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ കാവ്യ ചേച്ചി പറയുന്ന അനുസരിച്ചാണെങ്കിൽ മഞ്ജു ചേച്ചി കുടുംബത്തിന് വേണ്ടി ജീവിച്ചു. അങ്ങനെ അത്രയും കൊല്ലം മോളെ നോക്കി ജീവിച്ച മഞ്ജു ചേച്ചിക്ക് അവസാനം കിട്ടിയ ഒരു അവാർഡ് എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് അടുത്ത പെണ്ണിൻ്റെ കൂടെ പോയി. അതാണ് ഇവിടെ കടന്ന് പ്രസംഗിക്കുന്ന മഞ്ജു ചേച്ചീൻ്റെ സ്വന്തം കുഞ്ഞുപെങ്ങളായിട്ടുള്ള കാവ്യ. കുടുംബത്തെ മാത്രം നോക്കി ജീവിക്കുന്ന ആൾക്ക് ലാസ്റ്റ് തലയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു അടിയാണ്. ആ ഒരു ചിന്തയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കാവ്യമാധവൻ എന്ന് പറയുന്ന വ്യക്തി ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിച്ചാണ്. പകരം ആ പ്രശ്നം കൂട്ടി പ്രശ്നത്തിലാക്കി അയാൾ അടിച്ചു മാറ്റുകയല്ല. മറ്റൊരു സ്ത്രീയുടെ പുരുഷനെ എങ്ങനെ അടിച്ചു മാറ്റാൻ തോന്നുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ എന്നിട്ട് അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളുടേതാണെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങളുടേതല്ല, വേറൊരാളുടെ ആണ്, അയാൾ അവർക്ക് കൊടുക്ക്. I don't know what to say in this. കാവ്യക്ക് വളരെ ഇഷ്ടമുള്ള ഒരു രംഗം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കാവ്യ എന്തുകൊണ്ടാണ് സിനിമാ രംഗത്തുനിന്ന് ഒരു വരനെ തേടാത്തത്? അതുപോലെ കാവ്യയുടെ ഏക സഹോദരന് എന്തുകൊണ്ടാണ് സിനിമാ രംഗത്തുനിന്ന് ഒരു വധുവിനെ കണ്ടുപിടിക്കാത്തത്? കാവ്യ സിനിമാ രംഗത്തിന് വരനെ എന്നോ കണ്ടുപിടിച്ചു. പക്ഷെ വരൻ ഓൾറെഡി കല്യാണം കഴിഞ്ഞുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുത്തതായിരുന്നു. അപ്പം പിന്നെ വരനൊക്കെ വന്ന് ഇപ്പം സെറ്റായി ഇപ്പം നല്ല രീതിയിൽ കാവ്യ കുടുംബിനിയായിട്ടും വരൻ പുറത്ത് ആക്റ്റീവായിട്ടും പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂസ് ഇപ്പം ഇത്രയും പഴയ ഇൻ്റർവ്യൂ കുത്തിപ്പൊക്കി ഇവിടെ എടുത്ത് വെക്കാനുള്ള കാര്യം കാരണം ഇത് കണ്ടപ്പോൾ കുറേ ചിരി വന്ന്. കാരണം എത്ര ബ്യൂട്ടിഫുള്ളിയാണ് ഒരാൾ അഭിനയിക്കുന്നത്, അല്ലെ എങ്ങനെ ഒരാളുടെ വാക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ തിരിച്ചറിവ് കിട്ടണമെങ്കിൽ ഈ വീഡിയോ കാണുന്നത് നല്ലതാണ്. ഇതിലെ പല ഡയലോഗുകളും പല സ്റ്റേറ്റ്മെൻറ്റും കാണുമ്പോൾ നമ്മൾ തന്നെ കരുതും ഓ മൈ ഗോഡ് വാട്ട് എൻ ഏഞ്ചൽ. പിന്നെയാണ് മനസ്സിലായത് ദാറ്റ്സ് നോട്ട് ഏഞ്ചൽ, ദാറ്റ്സ് ഡെവിൾ. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.